വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ വിജയിച്ച ചിത്രമാണ്. എന്നാൽ ഇപ്പോൾ OTT-യിൽ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ വിമർശനവും നേരിടുന്നുണ്ട്. രണ്ട് തുമ്പികളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കല്ല് എടുപ്പിച്ചതുപോലെയുണ്ട് എന്നാണ് ആകെ മൊത്തത്തിലുള്ള വിമർശനത്തിന്റെ ഒരു പോക്ക്. സിനിമയിൽ ക്രിഞ്ച്, നെപ്പോട്ടിസം എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സിനിമ കണ്ടു തീർത്തപ്പോൾ മനസ്സിൽ തങ്ങി നിന്നതും ഈ ക്രിഞ്ചും നെപ്പോട്ടിസവുമാണ്. ശരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ സിനിമ ഇത്രയും വിമർശനങ്ങൾ അർഹിക്കുന്നുണ്ടോ? അതോ ശരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ സിനിമ ഇത്ര വലിയ വിജയം അർഹിച്ചിരുന്നോ? ഇതിലേതാണ് ശരിക്കും ഈ സിനിമ അർഹിക്കുന്നത്? സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും അരോചകം അഥവാ ക്രിഞ്ചായി തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, പ്രണവ്, ധ്യാൻ എന്നിവരുടെ വയസ്സായ കോലമാണ്. വയസ്സാവുക എന്ന് വെച്ചാൽ പ്രണവിനത് നല്ല സ്റ്റൈലിഷായി മുടി വളർത്തി ഡൈ ചെയ്യുക എന്നതാണെങ്കിൽ ധ്യാനിന് ഇത്തിരി ക്ഷീണിച്ച പോലെ സംസാരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇവർ കഷ്ടപ്പെട്ട് നാടകം കളിക്കുന്ന ഒരു ഫീലാണ്. ധ്യാനിന്റെ വോയിസ് മോഡുലേഷൻ പഴയ റേഡിയോ നാടകങ്ങളിലെയൊക്കെ വയസ്സായി അഭിനയിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ പോലെയുണ്ട്. സാവധാനത്തിൽ ഇത്തിരി ക്ഷീണിച്ചങ്ങ് പറഞ്ഞാൽ മുടിയിൽ ഇത്തിരി നര കൂട്ടിയാൽ പിന്നെ വയസ്സനായി. പ്രണവാണെങ്കിൽ നല്ല എനർജറ്റിക് ആയി മുടിയും നീട്ടി വളർത്തി എന്നെ കണ്ടാൽ ഇപ്പോൾ വയസ്സിനെ പോലെ ഇല്ലേ എന്ന ഭാവത്തിൽ അങ്ങ് തകർക്കുകയാണ്. സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ ഇവരെ കണ്ട് വയസ്സായവരല്ലേ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന നമുക്ക് അരോചകമായി തോന്നും. കല്യാണി, നീതാ പിള്ള ഇവരെ വയസ്സായി കാണിക്കുന്ന ഭാഗമാണെങ്കിൽ അത് അതിലും ബോറാണ്. മൊത്തത്തിൽ വയസ്സാവിലെന്ന പരിപാടി നല്ല അസൽ ഫാൻസി ഡ്രസ് ആയിരുന്നു. പഴയ സിനിമകളിൽ നല്ല സിമെട്രിക് ആയി രണ്ട് നര വരച്ച് ചേർത്ത് വയസ്സാകുന്നതിന്റെ വേറൊരു വെർഷൻ. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ ഇത്രയും കെയർലെസ് ആയി കഥാപാത്രത്തിന് മേക്ക് ഓവർ ചെയ്യുന്നത് ആളുകൾ സഹിച്ച് കണ്ടതാണ് അത്ഭുതം. രണ്ടാമത്തേത് ഡയലോഗ്സ് ആണ്. നമ്മുടെ പ്രണവ്, ധ്യാൻ ബ്രൊമാൻസ്, അവരുടെ ഡയലോഗ്സ് ഒക്കെ പലപ്പോഴും അനിയത്തി പ്രാവിലെ നമ്മൾ എന്താടാ ഇങ്ങനെ ടൈപ്പ് ക്രിഞ്ചാണ്. മെലോഡ്രാമയിൽ കുതിർത്തെടുത്ത എഴുത്താണ് മൊത്തം. ഒപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയലിൻ വായനയും. ജ്ഞാപകം സോങ്ങിനെ പലയിടത്തും വല്ലാതെ കളിയാക്കുന്നതായി കണ്ടിരുന്നു. സത്യത്തിൽ ആ പാട്ട് നല്ലതായി തോന്നി. പക്ഷെ അത് എല്ലായിടത്തും പ്ലേസ് ചെയ്ത് വെറുപ്പിച്ചു കളഞ്ഞു. അടുത്തൊരു പ്രശ്നം ആകസ്മികതകളുടെ അയ്യരുകളിയാണ്. സിനിമയിൽ പല സംഭവങ്ങളും വളരെ കൺവീനിയന്റ് ആയി ആകസ്മികമായി അങ്ങ് സംഭവിക്കും. മുരളി നിരാശയിൽ ഏതോ മലമുകളിൽ പോയി വയലിൻ വായിക്കുമ്പോൾ അത് ആ വഴി കാറിൽ പോകുന്ന മുൻകാമുകി അത് കേൾക്കുന്നു. മുൻകാമുകിയുടെ ഹസ്ബൻഡ് സിനിമാ ഫീൽഡിൽ നിന്നുള്ള ആളാകുന്നു. അവർ ആ സിനിമ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. ഒരു സംഭവം കാണിക്കുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ഇതായിരിക്കുമെന്ന് മനസ്സിലാകുന്ന ചില ക്ലിഷേ പ്ലോട്ട് മുഹൂർത്തങ്ങളും സിനിമയിലുണ്ട്. ഉദാഹരണത്തിന് അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ച നായിക ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെയും കൂടെ ജീവിക്കുന്നു. ചേച്ചി പ്രതീക്ഷിച്ചതുപോലെ തളർന്നു കിടപ്പാണ്. ഒരു ലൈംഗിക അതിക്രമം നമ്മൾ അവിടെ പ്രതീക്ഷിക്കും. എന്നിട്ട് അത്രയ്ക്ക് ക്ലിഷേ ആകില്ലായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ക്ലിഷയാക്കും. വേറൊന്ന്, നമ്മുടെ നായകന്റെ ഇടയ്ക്കിടെയുള്ള മുങ്ങലാണ്. മുരളി വെറും മുരളിയല്ല, മുങ്ങൽ മുരളിയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം വന്നാൽ അപ്പം മുങ്ങും. അങ്ങനെ മുരളിയുടെ മുങ്ങലും വേണുവിന്റെ അന്വേഷണവുമായി സിനിമ ഒരു പരിധി കഴിയുമ്പോൾ ബോറടിപ്പിക്കാൻ തുടങ്ങും. ഡ്രൈവറോട് ജീവിതകഥ പറയുന്ന നായകൻ എന്ന ക്ലിഷയുമുണ്ട്. മുരളിയുടെ മുങ്ങൽ കഥ കേട്ട് ഒട്ടും ബോറടിക്കാതെ ആസ്വദിക്കുന്ന ഡ്രൈവറോടാണ് സഹതാപം. പ്രണവിനെ കൊണ്ട് മോഹൻലാലിനെ കുറച്ചധികം അനുകരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിനീതിനെയാണ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞത്. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന വിനീതിന്റെ ബുദ്ധിയായിരിക്കും അത്. സംവിധായകൻ തൊട്ട് സംവിധായകന്റെ അനിയൻ, സൂപ്പർ സ്റ്റാറിന്റെ മകൻ തുടങ്ങി നായിക വരെ നെപ്പോ കിഡ്സ് ആയ ഈ സിനിമ ഒരു മലയാളം ആർച്ചീസാണ്. എന്നിട്ടും നെപ്പോ കിഡ്സിനെ നിവിൻ പോളിയുടെ നിതിൻ മോളിയിലൂടെ കളിയാക്കാൻ കാണിച്ച ആ സ്പിരിറ്റ് കൊള്ളാം. സിനിമയിൽ നിവിൻ പോളി വരുന്നത് തൊട്ട് കുറച്ച് സമയം പുതിയ കാലഘട്ടത്തിന്റെ വൈബ് കൊണ്ടുവരാൻ വിനീതിന് കഴിയുന്നുണ്ട്. അപ്പൊ സംഭവം പണി അറിയാത്തത് കൊണ്ടല്ല, നൊസ്റ്റാൾജിയയിൽ അങ്ങ് കുടുങ്ങിക്കിടക്കുകയാണ്. സിനിമയുടെ കഥ എനിക്കിഷ്ടമായി. ആദ്യത്തെ പാർട്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഒരു ആവറേജ് അനുഭവം തന്നു. പക്ഷെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറെയെടുത്ത് പാളി. മുരളിയുടെ തകർച്ച, ആ പാട്ട് മറ്റൊരു മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കുന്നതിന് പിന്നിലെ വികാരം, ഇതൊക്കെ കൺവിൻസിംഗ് ആയി ചെയ്യാൻ പറ്റിയില്ല. തോൽവികളെ പേടിക്കുന്ന, തോൽവികളിൽ നിന്ന് ഒളിച്ചോടുന്ന, സെറ്റ് ബാക്കുകൾ നേരിടാൻ കരുത്തില്ലാത്ത, ഈഗോയുള്ള, ഷോ ഓഫ് കാണിക്കുന്ന ടാലന്റഡ് ആയ ഒരു ഭീരുവാണ് മുരളി എന്ന കഥാപാത്രം. എന്നാൽ ആ കഥാപാത്രത്തെ അങ്ങനെ വരച്ചിടുന്നതിൽ പറ്റിയ പാളിച്ചകളെല്ലാം ആ കഥാപാത്രത്തെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. എത്ര ടാലന്റഡ് ആണെങ്കിലും ഒരു ഭീരു ആണെങ്കിൽ ഒളിച്ചോടുമ്പോഴെല്ലാം പിടിച്ചുകൊണ്ടുവരാൻ ഒരാളില്ലെങ്കിൽ ഒന്നുമല്ലാതെ ആരുമറിയാതെ ഒന്നുമാകാൻ കഴിയാത്തതിന്റെ തീരാ ദുഃഖത്തിൽ ജീവിച്ചു മരിക്കേണ്ടി വരുമെന്ന വസ്തുത ഈ സിനിമയിലൂടെ വരച്ചിടാനായില്ല. മുരളി തന്റെ പാട്ട് മറ്റൊരു മ്യൂസിക് ഡയറക്ടർക്ക് കൈമാറുന്നത് തന്നിലുള്ള വിശ്വാസക്കുറവും തോറ്റുപോകുമോ എന്ന പേടിയും കൊണ്ട് കൂടിയായിരിക്കാം. അവിടെ ആ മ്യൂസിക് ഡയറക്ടർ ഒരു മാനിപ്പുലേറ്റർ ആണെങ്കിൽ കൂടി മുരളിയുടെ തെറ്റല്ലാതാകില്ല. എന്നാൽ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ മ്യൂസിക് കുത്തിക്കയറ്റി മെലോഡ്രാമയാക്കാനാണ് ഡയറക്ടർ ഇഷ്ടപ്പെട്ടത്. സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്. ഇത് അവരുടെ കാലമല്ലേ എന്ന് വേണു പറയുമ്പോൾ മുരളി പറയുന്ന ഡയലോഗ്, നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ ഇത് നമ്മുടെ കാലം കൂടിയാണെന്ന്. അത് വളരെ പവർഫുൾ ആയ ഒരു ഡയലോഗായിരുന്നു. പക്ഷെ അതേ ഡയറക്ടർ തന്നെ ധ്യാൻ പ്രണവ് കോംബോ സീനുകളിൽ മനഃപൂർവ്വം 80കളുടെ വസന്തം വൈബ് കുത്തിക്കയറ്റാൻ ശ്രമിച്ചതാണ് പ്രശ്നമായത്. അവസാനമുള്ള മുണ്ട് മടക്കി കുത്തി വണ്ടി ഓടിക്കുന്ന മാസ് സീൻ നല്ല ബോറായാണ് തോന്നിയത്. വിനീത് ആ ഡ്രൈവറായി വന്നതും വിനീതും ധ്യാനും തമ്മിലുള്ള സംഭാഷണവും ഒക്കെ ഒരു ക്യാരക്ടർ എന്ന നിലയിലല്ല, മറിച്ച് ഏട്ടനെയും അനീനെയും കാണുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. നിവിൻ പോളി, നീരജ് മാധവ്, ബേസിൽ ഇവരുടെയൊക്കെ പാട്ട് അത്യാവശ്യം നല്ലതായിരുന്നു. ഫ്യൂണറൽ സീനിലെ ഫാൻ കോമഡിയും നല്ലതായിരുന്നു.
സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായി തോന്നിയത് വയസ്സായി ഇവരെ അഭിനയിപ്പിച്ചതാണ്. എക്സ്പീരിയൻസ്ഡ് ആയ നല്ല കഴിവുള്ള അഭിനേതാക്കൾക്ക് വരെ നല്ല പ്രയാസമുള്ള ഒരു സംഗതിയാണ് പ്രായമായവരായി അഭിനയിക്കാൻ. അങ്ങനെയുള്ളിടത്താണ് ഇങ്ങനെയൊരു വേഷം കെട്ട് ഇവർ കാണിച്ചത്. അതും ഓവർ മെലോഡ്രാമയും മാറ്റി നിർത്തിയാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫീൽ ഗുഡ് സിനിമയായേനെ. പക്ഷെ ടാർഗറ്റ് ഓഡിയൻസിന് സിനിമ വർക്ക് ആയതുകൊണ്ടായിരിക്കാം സിനിമ വിജയിച്ചത്. അതോ ധ്യാനിന്റെ ഇന്റർവ്യൂ തള്ളുകൾ കൊണ്ടാണോ എന്നും അറിയില്ല. അപ്പൊ എന്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.